സംസ്ഥാന കോൺഗ്രസിൽ ഖദറും കളറുമായി ഗ്രൂപ്പ് പോര്. ന്യൂജൻ നേതാക്കൾ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെതിരെ അജയ് തറയിലാണ് രംഗത്തെത്തിയത്. പിന്നാലെ കളർ വസ്ത്രങ്ങൾക്കായി ന്യൂജൻ നേതാക്കളും എത്തി. കോൺഗ്രസിലാണ് തർക്കമെങ്കിലും വ്യവസായ മന്ത്രി പി രാജീവും ഖദർ വിഷയത്തിൽ ഇടപെട്ടു. ഖദറിട്ട കോൺഗ്രസുകാർ എന്നത് പഴങ്കഥയാവുന്നതിന്റെ സൂചനയാണ് ന്യൂജൻ നേതാക്കൾ നൽകുന്നത്. കളർഫുൾ വസ്ത്രങ്ങളാണ് പുതിയ കാല നേതാക്കളുടെ ട്രേഡ് മാർക്ക്. കഞ്ഞിയിൽ മുക്കിയതും പിഞ്ചിക്കീറിയതുമായ ഖദർ വസ്ത്രങ്ങൾ പഴയകാല പടക്കുതിരകൾക്ക് മാത്രമായി പരിമിതപ്പെട്ടു. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഖദർധാരികൾ കുറഞ്ഞതോടെയാണ് നടന്നു വന്ന വഴി ഓർമ്മിപ്പിച്ച് അജയ് തറയിൽ രംഗത്തെത്തിയത്. കോൺഗ്രസിനകത്തെ യുവതലമുറ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടേതായ കുറെ വസ്ത്രങ്ങൾ, കളർഫുൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഖദറിട്ട ആളുകൾക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കുന്നതിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഖദറിന് വേണ്ടി അജയ് തറയിൽ വാദിച്ചപ്പോൾ കളറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ച് യുവനേതാക്കളുടെ ഊഴമായി. എങ്ങനെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും വസ്ത്രധാരണം നടത്തുന്നത്, ആ രീതിയിൽ തന്നെയുള്ള വസ്ത്രധാരണമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പുതിയ തലമുറയൊക്കെ അവരിൽ ഒരാളായി മാറാനായിട്ട് നമുക്ക് നല്ലത് ഇതുപോലുള്ള വസ്ത്രങ്ങളാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളർ ഗ്രൂപ്പുകാരനായപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഖദർ പക്ഷക്കാരനായി. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാനും സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവർ പോകുന്നു. നല്ല വസ്ത്രധാരണമൊക്കെയാണ്. കോൺഗ്രസിലെ പോര് കളറായപ്പോൾ മന്ത്രി പി രാജീവും പക്ഷം ചേർന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നതുപോലൊരു നിലപാടാണ് മന്ത്രിക്ക്. കളറായാലും ഖദറായാലും ജനങ്ങൾക്കൊന്നുമില്ല. എന്നാൽ നേതാക്കൾ ഖദറും കളറുമായി ചേരിതിരിയുകയാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം.